നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. വാൽപ്പാറയിൽ പുലി പിടിച്ച 4.5 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. ജാർഖണ്ഡ് ദമ്പതികളുടെ മകൾ 4.5 വയസ്സുള്ള റോഷ്നിയാണ് കൊല്ലപ്പെട്ടത്. ചെവൂരിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി 3 സ്ത്രീകൾക്ക് പരിക്ക്, ഒരാളുടെ പരിക്ക് ഗുരുതരം. പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പൊതുമരാമത്ത് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി 208 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾക്ക് അനുമതി ലഭിച്ചതായി KK രാമചന്ദ്രൻ MLA. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ ഒരുക്കി വിവിധ സ്ഥാപനങ്ങളും സ്കൂളുകളും. കൊരേച്ചാൽ ഇടുത്തൻകുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ BJPയുടെ പ്രതിഷേധം. മുരിക്കുങ്ങൽ മുപ്പിളി റോഡ് തകർത്ത് അമിത ഭാരവാഹനങ്ങൾ. പരാതിയുമായി നാട്ടുകാരും പഞ്ചായത്ത് അംഗവും രംഗത്ത്. ആളൂർ ഗ്രാമപഞ്ചായത്ത് ഇനി മുതൽ അതിദരിദ്രർ ഇല്ലാത്ത പഞ്ചായത്ത് പ്രഖ്യാപനം മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വാൽപ്പാറയിൽ പുലി പിടിച്ച 4.5 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. ജാർഖണ്ഡ് ദമ്പതികളുടെ മകൾ 4.5 വയസ്സുള്ള റോഷ്നിയാണ് കൊല്ലപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിലാണ് പാതി ഭക്ഷിച്ച നിലയിലുള്ള മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ വീടിനു സമീപത്തെ പച്ചമല എസ്റ്റേറ്റിൽ നിന്നാണ് 4.5 വയസ്സുകാരി റോഷ്നിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പാതി ഭക്ഷിച്ച് തലയും കാലുകളും മാത്രം അവശേഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. രാവിലെ തന്നെ വനംവകുപ്പും പോലീസും മേഖലയിൽ പരിശോധന ഊർജിതമാക്കിയിരുന്നു. ഡോഗ് സ്ക്വാഡും ഡ്രോണും ഉൾപ്പെടെ ഉപയോഗിച്ചായിരുന്നു പരിശോധന നടത്തി വന്നിരുന്നത്. അണ്ണാമലൈ ടൈഗർ റിസർവ് വനവും പച്ചമല എസ്റ്റേറ്റും കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. ഈ പരിശോധനകൾക്ക് ഒടുവിലാണ് വീടിന് സമീപത്തെ തേയിലത്തോട്ടത്തിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ജാർഖണ്ഡ് സ്വദേശി മനോജിന്റെ മകൾ റോഷ്നിയെ പുലി പിടിച്ചുകൊണ്ടുപോയത്. സമീപത്തെ തേയിലത്തോട്ടത്തിൽ നിന്നും വന്ന പുലി റോഷ്നിയെ കടിച്ചെടുത്ത് ഓടുകയായിരുന്നു. വിവരമറിഞ്ഞ പോലീസും വനംവകുപ്പും നാട്ടുകാരും വെള്ളിയാഴ്ച രാത്രി വരെ തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായിരുന്നില്ല. ചെവൂരിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി 3 സ്ത്രീകൾക്ക് പരിക്ക്. ഇതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. ഇവരെ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ ചെവൂർ 5-ാം കല്ല് പോലീസ് ട്രാഫിക് പഞ്ചിംഗ് ബൂത്തിന് സമീപം ആയിരുന്നു സംഭവം. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടു. ഡ്രൈവറെ നാട്ടുകാർ ഏറെ ദൂരം പിന്തുടർന്നെങ്കിലും മതിൽ ചാടി ഒരു പറമ്പിലൂടെ ഓടി രക്ഷപ്പെട്ടു. ചേർപ്പ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വടക്കാഞ്ചേരിയിൽ ജോലിക്കിടെ KSEB ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചു. കാഞ്ഞിരക്കോട് കൊടുമ്പ് സ്വദേശി 42 വയസ്സുള്ള സുധാകരനാണ് മരിച്ചത്. വടക്കാഞ്ചേരി KSEB സെക്ഷനിലെ ലൈൻമാനാണ്. ശനിയാഴ്ച രാവിലെ 11:30 അപകടം. കുമരനെല്ലൂർ സർവീസ് സ്റ്റേഷന് സമീപം ജോലിക്കിടെ പോസ്റ്റിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. ഉടൻ സഹപ്രവർത്തകരും അഗ്നിരക്ഷാസേനയും ചേർന്ന് താഴെയിറക്കി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പൊതുമരാമത്ത് റോഡുകളുടെ റീടാറിംഗ്, ഡ്രൈനേജ്, കാന വൃത്തിയാക്കൽ, കൽവർട്ട് നിർമ്മാണം തുടങ്ങിയ അറ്റകുറ്റപ്പണികൾക്കായി 208 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾക്ക് അനുമതി ലഭിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. അമ്പല്ലൂർ കള്ളായി റോഡ് 34.5 ലക്ഷം, കുണ്ടുകാവ് അമ്പലത്തിന് സമീപം ഡ്രൈനേജ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ, അമ്പല്ലൂർ പാലപ്പള്ളി റോഡിൽ മൈസൂർ ഗേറ്റ് ഭാഗം റീടാറിംഗ്, പാലിയേക്കര എറവക്കാട് റോഡ്, പുതുക്കാട് മണ്ണംപേട്ട റോഡ്, കള്ളായി വേപ്പൂർ വരന്തരപ്പള്ളി റോഡ്, വട്ടക്കൊട്ടായി ഭാഗത്ത് ഡ്രൈനേജ്, പുതുക്കാട് ചെറുവാൾ റോഡ്, പാഴായി പാലക്കടവ് റോഡ്, കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ നെല്ലിപ്പറമ്പ് ജംഗ്ഷൻ, അവിട്ടപ്പള്ളി എന്നിവിടങ്ങളിൽ ഡ്രൈനേജ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ, പാലപ്പള്ളി എച്ചിപ്പാറ റോഡ്, നന്ദിപുലം വരന്തരപ്പള്ളി റോഡിൽ തോട്ടുമുഖം ഭാഗത്ത് ഡ്രൈനേജ് തുടങ്ങിയ വിവിധ റോഡുകളിൽ കാന വൃത്തിയാക്കൽ, റീടാറിംഗ്, അറ്റകുറ്റപ്പണികൾ, മരം മുറിക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് നടപ്പിലാക്കുക.
വെണ്ടൂർ വട്ടണാത്ര റോഡിൽ 2 കൽവർട്ടുകളുടെ നിർമ്മാണത്തിനും അനുമതി ലഭിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് 3-ാം വാർഡ് കൊരേച്ചാലിലെ ഇടുത്തൻകുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP 3-ാം വാർഡ് സമിതിയുടെ നേതൃത്വത്തിൽ മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. യുവമോർച്ച മുൻ ജില്ലാ പ്രസിഡന്റ് സതീഷ് മരുതയൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. BJP മറ്റത്തൂർ ഏരിയ പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടത്തിൽ അധ്യക്ഷനായിരുന്നു. പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, ശ്രീധരൻ കളരിക്കൽ, അതുൽ കൃഷ്ണ വെട്ടിയാട്ടിൽ, ബിനീഷ് കളപ്പുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 2 വർഷത്തിൽ അധികമായി തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെ കാൽനട പോലും അസാധ്യമാണെന്നാണ് BJPയുടെ ആരോപണം. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വിൽപ്പന നടത്താനായി സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി കോടാലി സ്വദേശി അറസ്റ്റിൽ. പോളക്കുളത്ത് വീട്ടിൽ 50 വയസ്സുള്ള സന്തോഷിനെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നവും പണവും മൊബൈൽ ഫോണും സ്കൂട്ടറും പോലീസ് പിടിച്ചെടുത്തു. സന്തോഷ് വെള്ളിക്കുളങ്ങര, പുതുക്കാട്, തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിനായി കൈവശം സൂക്ഷിച്ചതിനുള്ള 1 കേസിലും പണം വെച്ച് ചീട്ട് കളിച്ചതിനുള്ള 1 കേസിലും ഗതാഗതം തടസ്സം സൃഷ്ടിച്ചതിനുള്ള 2 കേസിലുമടക്കം 4 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ K. കൃഷ്ണൻ, സബ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷൈല, സിവിൽ പോലീസ് ഓഫീസർമാരായ അമൽരാജ്, സുരേഷ് കുമാർ, സനിൽ കുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ യോഗാ ദിനം ആചരിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ J. അല്ലി പ്ലാക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. MLSP ഷിനു ആരോഗ്യ പ്രവർത്തകരെ യോഗ പരിശീലിപ്പിച്ചു. BJP ആമ്പല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തി. BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. യോഗ ഇൻസ്ട്രക്ടർ മനു അയ്യൻകണ്ടത്ത് യോഗയ്ക്ക് നേതൃത്വം നൽകി. AG രാജേഷ്, പ്രജോഷ് കീളാത്ത്, രാജേഷ് മാളാത്ത, സുരേഷ് ഖഡ്ഗപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനവും സംഗീത ദിനവും ആചരിച്ചു. യോഗാചാര്യനും യോഗ തെറാപ്പിസ്റ്റുമായ KR രജീഷ് ഉദ്ഘാടനം ചെയ്തു. കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ PP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാലയത്തിന്റെ മാനേജർ C. രാകേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, വിദ്യാലയ സമിതി പ്രസിഡന്റ് K. രവീന്ദ്രൻ, വിദ്യാലയ സമിതി സെക്രട്ടറി രജത് നാരായണൻ, ട്രസ്റ്റ് ഡയറക്ടർ മോഹനൻ വടക്കേടത്ത്, സെക്ഷൻ ഹെഡ് സന്ധ്യ നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. കുട്ടികൾ അവതരിപ്പിച്ച യോഗ, സംഗീതാലാപനം, മൃദംഗ വായന എന്നിവയും അരങ്ങേറി. പറപ്പൂക്കര PVS HS സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് സീനിയർ അധ്യാപകരായ ബാലു, രവീന്ദ്രനാഥ് എന്നിവർ വിശിഷ്ടാതിഥികളായി. പ്രധാന അധ്യാപിക ഡെമ്മി ജോൺ, അധ്യാപകനായ KD ബിജു എന്നിവർ സംസാരിച്ചു. അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ NSS യൂണിറ്റിന്റെയും NCC യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ ലോക യോഗാ ദിനം ആചരിച്ചു. ചടങ്ങ് കോളേജ് പ്രിൻസിപ്പൽ ലിജോ ജോൺ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ യുവജനങ്ങളെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ പ്രവർത്തിക്കാൻ യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് ക്ലാസ് നയിച്ച ഹാർട്ട്ഫുൾനെസ് ട്രെയിനേഴ്സായ KP സുബ്രഹ്മണ്യൻ, TM ശിവദാസൻ എന്നിവർ അഭിപ്രായപ്പെട്ടു. NSS പ്രോഗ്രാം ഓഫീസർ CV വിപിൻ, NCC ഓഫീസർ KJ ജെൽസൺ എന്നിവർ സംസാരിച്ചു. യോഗാ ദിനത്തോടനുബന്ധിച്ച് ഫിസിക്കൽ ഇൻസ്ട്രക്ടർ ജോബി മൈക്കിളിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സൂര്യ നമസ്കാരം നടത്തി. റാഗിയ ജോസ്, ഹാരോൺ, ആർഗസ് ജോസ് എന്നിവർ നേതൃത്വം നൽകി. ചെമ്പൂച്ചിറ മഹാദേവ ഭജന മണ്ഡപത്തിൽ നടത്തിവരുന്ന യോഗ പരിശീലന പരിപാടിയുടെ ഭാഗമായി അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. യോഗാചാര്യ വിനയ് കൃഷ്ണ മുഖ്യപ്രഭാഷണം നടത്തി. ചെമ്പൂച്ചിറ മഹാദേവ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീധരൻ കളരിക്കൽ, യോഗ പരിശീലകൻ ഷിബിൻ VS എന്നിവർ സംസാരിച്ചു. ആരോഗ്യപരമായ തലത്തിൽ നോക്കുമ്പോൾ മറ്റേതൊരു വ്യായാമവും പോലെ യോഗ പരിശീലനം ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒന്നാണ്. പതിവായി യോഗ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പതിവായി യോഗ ചെയ്യുന്നത് ശരീരത്തിന് നല്ല വഴക്കം ലഭിക്കാൻ സഹായിക്കും. പേശീബലം വർദ്ധിപ്പിക്കുന്നു. സന്ധികൾക്ക് ചുറ്റുമുള്ള പേശികളെ ശക്തിപ്പെടുത്താനും സന്ധിവേദനയെ തടയാനും യോഗ പതിവാക്കുന്നത് നല്ലതാണ്. ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അതിനാൽ
അമിതവണ്ണമുള്ളവർക്ക് പതിവായി യോഗ ശീലമാക്കാം. രോഗപ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കാനും യോഗ ചെയ്യുന്നത് നല്ലതാണ്. ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും യോഗ നല്ലതാണ്. ശരീരത്തിന് ഊർജം പകരാനും ഇവ സഹായിക്കും. രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും യോഗ ചെയ്യുന്നത് ഗുണം ചെയ്യും. പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിൽ മരുന്നുകളോടൊപ്പം ഒരു വ്യായാമ മുറയായി യോഗ അഭ്യസിക്കുന്നത് നല്ലതാണ്. സ്ട്രെസ്, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയവയെ കുറയ്ക്കാനും മാനസികാരോഗ്യം നിലനിർത്താനും ഓർമ്മശക്തി കൂട്ടാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും യോഗ ചെയ്യുന്നത് ഗുണം ചെയ്യും. പതിവായി യോഗ പരിശീലിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പുതുക്കാട് GVHSൽ യോഗാ ദിനം ആചരിച്ചു. KK രാമചന്ദ്രൻ MLA കുട്ടികൾക്ക് യോഗാ ദിന ആശംസകൾ നേർന്നു. യോഗ മിസ്ട്രസ്സായ സീമ സുബ്രഹ്മണ്യൻ ക്ലാസുകൾ നയിച്ചു. കുട്ടികൾക്ക് യോഗ ഡ്രസ്സുകൾ വിതരണം ചെയ്തു. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി മറ്റത്തൂർ സെന്റ് ജോസഫ് UP സ്കൂളിൽ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറി ക്ലാസ് നയിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും കുമാരനാശാന്റെ തള്ളയും കുഞ്ഞും എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു. മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പഞ്ചദിന ഞാറ്റുവേല മഹോത്സവം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J. ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. മുരിയാട് പഞ്ചായത്തിലെ കരിന്തലക്കൂട്ടത്തിന്റെ പ്രവർത്തകരെയും തെരഞ്ഞെടുക്കപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെയും ഉദ്ഘാടന ചടങ്ങിൽ ആദരിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് ADS മിനി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സരിത സുരേഷ്, KU വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് തൊകലത്ത്, AS സുനിൽകുമാർ, നിജി വത്സൻ, K. വൃന്ദകുമാരി, നിഖിത അനൂപ്, സേവ്യർ ആളൂക്കാരൻ, റോസ്മി ജയേഷ്, മണി സജയൻ, ജിനി സതീശൻ, CDS ചെയർപേഴ്സൺ സുനിത രവി, കൃഷി ഓഫീസർ അഞ്ജു P. രാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി KB ജോഷി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിലാണ് 5 ദിവസത്തെ ഞാറ്റുവേല മഹോത്സവം നടക്കുന്നത്. നടീൽ വസ്തുക്കൾ, വിത്തുകൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, ഗാർഡനിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഞാറ്റുവേല മഹോത്സവത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, പാചകരംഗത്തെ നൂതന പ്രവണതകൾ, പുതിയ കാർഷിക രീതികൾ, വളപ്രയോഗം എന്നിവ സംബന്ധിച്ച സെമിനാറുകളും പഞ്ചായത്തിൻ്റെ പുതിയ പദ്ധതികളായ മൈ ഡിഷ് മൈ പ്ലേറ്റ്, ചോരയ്ക്ക് ചീര, ജാതി കർഷകർക്കൊരു കൈത്താങ്ങ് തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനവും ഞാറുനടിയിൽ മത്സരം, ഓലമിടയിൽ മത്സരം, ഓലപ്പന്ത് നിർമ്മാണ മത്സരം, മഴ നടത്തം തുടങ്ങിയവയും ഞാറ്റുവേല മഹോത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും. മൂന്ന് വർഷത്തേക്ക് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്ന വിധത്തിൽ മെഡിസെപ്പ് നടപ്പാക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അളഗപ്പ് നഗർ യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി കൺവെൻഷൻ ഉദ്ഘാടനവും SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് P. ശിവദാസ് അധ്യക്ഷത വഹിച്ചു. നവാഗതരായ അംഗങ്ങൾക്ക് സ്വീകരണം നൽകി. KO പൊറിഞ്ചു, K. സുകുമാരൻ, K. സദാനന്ദൻ, MK. ശാന്താകുമാരി, KJ വർക്കി, PM ഹനീഫ, ഫ്രാങ്കോ G. മഞ്ഞളി, ബേബി തോമസ്, TA. വേലായുധൻ, KV. രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മുരിക്കുങ്ങൽ മുപ്ലി റോഡ് തകർത്ത് ഭാരവാഹനങ്ങൾ. പരാതിയുമായി നാട്ടുകാരും പഞ്ചായത്തംഗവും രംഗത്ത്. 8 ടൺ മാത്രം ഭാരവാഹനങ്ങൾ പോകാവുന്ന മുരിക്കുങ്ങൽ മുപ്ലി റോഡിൽ 30 ടൺ ഭാരം കയറ്റി വാഹനങ്ങൾ പോകുന്നുവെന്നാണ് പരാതി. മുപ്ലി തേക്കിൻതോട്ടത്തിൽ മരം കയറ്റാൻ വരുന്ന ലോറികൾ അമിത ഭാരം നിറച്ച് റോഡിലൂടെ കടന്നു പോകുന്നതാണ് റോഡിനെ തകർച്ചയിലേക്ക് നയിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 8 ടൺ മാത്രം ഭാരവാഹനങ്ങൾ പോകാവുന്ന മുരിക്കുങ്ങൽ മുപ്ലി റോഡിൽ 30 ടൺ ഭാരം കയറ്റി വാഹനങ്ങൾ പോകുന്നത് അനുവദിക്കരുതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നതായും, എന്നാൽ വനംവകുപ്പിന്റെ നിർദ്ദേശം വകവയ്ക്കാതെ കഴിഞ്ഞ ദിവസം വീണ്ടും ഈ വാഹനം മരം കയറ്റാൻ വരികയാണുണ്ടായതെന്നും പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ മുപ്ലിയിൽ ഈ ഫോറസ്റ്റിൽ നിന്ന് മരം മുറിച്ചു കൊണ്ടുപോകുന്ന വാഹനം, വലിയ വാഹനങ്ങൾ വന്നുകൊണ്ട് അതിൽ 30 ടണ്ണിൻ്റെ ഭാരം ഈ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഫോറസ്റ്റ് അധികാരികളെ
ഇത് നമ്മൾ വിവരം അറിയിച്ചു. അവർ ഉറപ്പ് പറഞ്ഞു ഇനി വാഹനം അത്തരത്തിൽ ഭാരം കയറ്റിയ വാഹനം ഇതിൽ പോകില്ല എന്ന് നമ്മളോട് ഉറപ്പ് പറഞ്ഞാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം വീണ്ടും ആ വാഹനം ഇവിടെ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ ഫോറസ്റ്റ് അധികാരികൾ നമ്മളോട് ഉറപ്പ് പറഞ്ഞിട്ടും റേഞ്ചർ അടക്കമുള്ളവർ ഉറപ്പ് പറഞ്ഞിട്ടും നമുക്ക് ആ ഉറപ്പ് പാലിക്കപ്പെടാതായപ്പോൾ നമ്മളത് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. CI നമ്മളോട് പറഞ്ഞു ആ വാഹനം അവിടെ നിന്ന് പോകില്ല, അത് ഇത്രയും ഭാരപരിധി കറക്റ്റ് ഭാരപരിധിയിൽ മാത്രമേ വാഹനങ്ങൾ അവിടെ നിന്ന് പോകുള്ളൂ എന്ന് CI നമ്മളോട് ഉറപ്പ് പറഞ്ഞു. അതനുസരിച്ച് ഇവിടെ ലോഡ് കയറ്റിയപ്പോൾ ഈ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ തന്നെ നമ്മൾ നാട്ടുകാരടക്കം ഒരുപാട് പേര് വന്ന് ആ വാഹനം ഇവിടെ തടയുകയുണ്ടായി. പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ മുപ്ലി ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ നാട്ടുകാർ വാഹനം തടഞ്ഞ് പോലീസിൽ അറിയിച്ചു. SI സ്ഥലത്തെത്തി വലിയ വാഹനത്തിൽ നിന്നും 8 ടൺ ലോഡുകളാക്കി കൊണ്ടുപോയാൽ മതിയെന്ന് കോൺട്രാക്ടർക്ക് നിർദ്ദേശം നൽകി. തുടർന്നാണ് നാട്ടുകാർ പിരിഞ്ഞു പോയത്. ഭാരവാഹനം റോഡ് തകർക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പോലീസിൽ പരാതിയും നൽകി. തുടർന്ന് പഞ്ചായത്തിലും ഇത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സെക്രട്ടറിക്കും രേഖാമൂലം അറിയിപ്പ് നൽകി. സാധാരണ വാഹനങ്ങൾ പോയാൽ പോലും താഴുന്ന റോഡിലൂടെ 30 ടൺ വാഹനം കടത്തിക്കൊണ്ടുപോയി റോഡ് തകർക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ലിൻഡോ പള്ളിപ്പറമ്പൻ ആവശ്യപ്പെട്ടു. ആളൂർ ഗ്രാമപഞ്ചായത്ത് ഇനി മുതൽ അതിദരിദ്രർ ഇല്ലാത്ത പഞ്ചായത്ത് പ്രഖ്യാപനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. കുടുംബശ്രീ സർവേയിലൂടെ കണ്ടെത്തിയ 14 കുടുംബങ്ങൾക്കാവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കി. അതോടൊപ്പം 4.5 വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ നേർചിത്രമായ വികസന രേഖ പ്രകാശനവും നിർവഹിച്ചു. പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോസ് മാഞ്ഞൂരാൻ, ബിന്ദു ഷാജു, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷൈനി തിലകൻ, ദിബിൻ പാപ്പച്ചൻ, MS വിനയൻ, നിപ്മർ ഡയറക്ടർ C ചന്ദ്രബാബു, കുടുംബശ്രീ ചെയർപേഴ്സൺ രാഖി ശ്രീനിവാസൻ, IN ബാബു, MB ലത്തീഫ്, സെക്രട്ടറി MP ചിത്ര, അസിസ്റ്റന്റ് സെക്രട്ടറി ഗംഗേഷ് എന്നിവർ സംസാരിച്ചു. ത്രിപുരയിലെ 6ാമത് ധനകാര്യ കമ്മീഷന്റെ പ്രതിനിധി സംഘം അളഗപ്പനഗർ പഞ്ചായത്ത് സന്ദർശിച്ചു. പഞ്ചായത്ത് പദ്ധതി പ്രവർത്തനങ്ങളും ബജറ്റ് പദ്ധതികളും വരവ് ചെലവ് കണക്കുകളും പരിശോധിക്കുകയും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, സെക്രട്ടറി PB സുഭാഷ്, കില തീമാറ്റിക്കൽ എക്സ്പെർട്ട് ധന്യ P നന്ദനൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ത്രിപുരയിലെ IAS ഉദ്യോഗസ്ഥരായ AB വിവേക്, അങ്ക്ചിൻ സർക്കാർ, അസിൽ കുമാർ ദാസ്, ദേവനാഥ് എന്നിവർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തുകയും ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ പറപ്പൂക്കര പഞ്ചായത്ത് കൺവെൻഷൻ നന്ദിക്കരയിൽ സംഘടിപ്പിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P തങ്കം ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് അമ്പിളി സോമൻ, ഏരിയ സെക്രട്ടറി TA ഉണ്ണികൃഷ്ണൻ, CPM ഏരിയ കമ്മിറ്റി അംഗവും പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ EK അനൂപ്, CPM ഏരിയ കമ്മിറ്റി അംഗം PD നെൽസൺ, പറപ്പൂക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK രാമകൃഷ്ണൻ, നെല്ലായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TR ലാലു, NREG വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി സുലോചന ജനകൻ, യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം ലീലാമണി സതീശൻ എന്നിവർ പ്രസംഗിച്ചു. തൊഴിലാളികളിൽ 100 പണി പൂർത്തീകരിച്ച 300-ലേറെ തൊഴിലാളികളെ ആദരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. കുരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പർവ്വതി ക്ഷേത്ര മൈതാനിയിൽ 1 ഏക്കർ സ്ഥലത്ത് 2000-ഓളം ചെണ്ടുമല്ലി കൃഷിയുടെ തൈനടീൽ നടത്തി. മറ്റത്തൂർ കൃഷിഭവൻ ഓഫീസർ ഡോക്ടർ VU ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് കൊച്ചുണ്ണി K കർത്ത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ശാന്തി ബാബു മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ട്രസ്റ്റ് കമ്മിറ്റി അംഗം ദേവകി സിദ്ധാർത്ഥൻ, മറ്റത്തൂർ കൃഷിഭവൻ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് EV സിബിൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ M രജിത, കൃഷി ചുമതല ദിവാകരൻ കുറ്റിലിക്കാടൻ, ട്രസ്റ്റ് കമ്മിറ്റി അംഗം ശ്രീലത മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. ട്രസ്റ്റ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ബാബു കൗങ്ങാമ്പിള്ളി, കമ്മിറ്റി അംഗങ്ങളായ രാജൻ കൗങ്ങാമ്പിള്ളി, ജിനേഷ് കൗങ്ങാമ്പിള്ളി, ശോഭന കൃഷ്ണൻകുട്ടി, ഭഗിനി മണ്ഡൽ കമ്മിറ്റി സതീദേവി സത്യൻ, ട്രസ്റ്റ് അംഗങ്ങളായ സുനിൽകുമാർ കിഴക്കൂട്ട്, ഹരിദാസൻ കരുമാലി എന്നിവർ നേതൃത്വം നൽകി. തൊട്ടിപ്പാൾ വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ ഔദ്യോഗികമായി ക്ഷണിക്കാതെ നോട്ടീസിലും ഫ്ലക്സിലും പേരും ഫോട്ടോയും വെച്ച് പ്രചരണം നടത്തി അപമാനിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച്
BJP പറപ്പൂക്കര പഞ്ചായത്ത് സമിതി പ്രതിഷേധിച്ചു. ഉദ്ഘാടന സമയത്ത് BJP പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാർ പന്തല്ലൂർ ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി TR രജീഷ് അധ്യക്ഷത വഹിച്ചു. ശ്രുതി ശിവപ്രസാദ്, നന്ദിനി സതീശൻ, KS വിനി, ജിതേഷ് മുളങ്ങ്, രാഹുൽ നന്ദിക്കര, വിഷ്ണു പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പറപ്പൂക്കരയിൽ വീട്ടുപറമ്പിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. മുത്രത്തിക്കര വില്ലേജ് ഓഫീസിന് സമീപം കുരുവേലി സുനിത വിശ്വനാഥിന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് മലമ്പാമ്പിനെ കണ്ടെത്തിയത്. 9.5 അടിയോളം നീളവും 20 കിലോയോളം തൂക്കവുമുണ്ട്. സ്നേക്ക് റെസ്ക്യൂ വളണ്ടിയർമാരായ ദിനേശ് അമ്പല്ലൂർ, അജിത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പാമ്പിനെ പിടികൂടിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണമ്പേട്ട യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് കരുവാപ്പടി നക്ഷത്ര ഓഡിറ്റോറിയത്തിൽ നടക്കും. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിക്കും. യൂണിറ്റ് പ്രസിഡന്റ് KP ജെയ്സൺ അധ്യക്ഷനാകും. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 70 വയസ്സ് കഴിഞ്ഞ യൂണിറ്റ് അംഗങ്ങളെയും ചടങ്ങിൽ ആദരിക്കും. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ഭിന്നശേഷി വിഭാഗക്കാർക്കായി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കി വരുന്ന തുടർ പദ്ധതികളായ വിദ്യാകിരണം, വിദ്യാജ്യോതി, പരിണയം, മാതൃജ്യോതി, സ്വാശ്രയ, വിജയാമൃതം, സഹചാരി വിദൂര വിദ്യാഭ്യാസം, ശ്രേഷ്ഠം, ഇംപ്രസ് മണി പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സുനീതി പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. സാമൂഹിക നീതി വകുപ്പ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് നടപ്പിലാക്കി വരുന്ന സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ ധനസഹായ പദ്ധതി, പ്രൊഫഷണൽ വിദ്യാഭ്യാസ ധനസഹായ പദ്ധതി, വിദൂര വിദ്യാഭ്യാസ ധനസഹായ പദ്ധതി, വിവാഹ ധനസഹായ പദ്ധതി, ലിംഗമാറ്റ ശസ്ത്രക്രിയ തുടർ ചികിത്സാ ധനസഹായ പദ്ധതി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ വകുപ്പിൻ്റെ സുനീതി പോർട്ടൽ മുഖേന സമർപ്പിക്കാം. വിലാസം: ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ്, മിനി സിവിൽ സ്റ്റേഷൻ, ചെമ്പൂക്കാവ്, തൃശൂർ. ഫോൺ 048723210702. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന ഗൾഫ് തൊഴിൽ മേളയോടനുബന്ധിച്ച് ഗൾഫ് ജോലികൾക്കുള്ള അപേക്ഷകർ ജൂൺ 28-ന് 11 മണി മുതൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ജോബ് ഫെയർ കൊടകര ബ്ലോക്ക് തല കൺവീനർ KM ചന്ദ്രൻ അറിയിച്ചു. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,235, പവന് 73,880 രൂപ. കല്ലൂർ പാലത്തുപറമ്പ് മുല്ലശ്ശേരി വിജയൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കല്ലൂർ പുതുമന ഇല്ലത്ത് ത്രിവിക്രമൻ ഇളയതിൻ്റെ ഭാര്യ സൗദാമിനി അന്തർജനം അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സൂരജ്, ചാന്ദിനി എന്നിവർ മക്കളും ഹരിക്കുട്ടൻ നമ്പൂതിരി, ശാലിനി എന്നിവർ മരുമക്കളുമാണ്. മുപ്ലിയം ചെരപ്പറമ്പിൽ ജോസ് മകൻ സിജോ അന്തരിച്ചു. 46 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11-ന് മുപ്ലിയം അസംഷൻ ദേവാലയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വാൽപ്പാറയിൽ പുലി പിടിച്ച 4.5 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. ജാർഖണ്ഡ് ദമ്പതികളുടെ മകൾ 4.5 വയസ്സുള്ള റോഷ്നിയാണ് കൊല്ലപ്പെട്ടത്. ചെവൂരിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി 3 സ്ത്രീകൾക്ക് പരിക്ക്, ഒരാളുടെ പരിക്ക് ഗുരുതരം. പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പൊതുമരാമത്ത് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി 208 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾക്ക് അനുമതി ലഭിച്ചതായി KK രാമചന്ദ്രൻ MLA. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ ഒരുക്കി വിവിധ സ്ഥാപനങ്ങളും സ്കൂളുകളും. കൊരേച്ചാൽ ഇടുത്തൻകുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ BJPയുടെ പ്രതിഷേധം.
മുരിക്കുങ്ങൽ മുപ്പിളി റോഡ് തകർത്ത് അമിത ഭാരവാഹനങ്ങൾ. പരാതിയുമായി നാട്ടുകാരും പഞ്ചായത്ത് അംഗവും രംഗത്ത്. ആളൂർ ഗ്രാമപഞ്ചായത്ത് ഇനി മുതൽ അതിദരിദ്രർ ഇല്ലാത്ത പഞ്ചായത്ത് പ്രഖ്യാപനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.